നമസ്കാരം കൂട്ടുകാരെ. താലൂക്ക്തല വനിതാ വായനാ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ജയന്തി എഴുതിയ സ്നേഹസ്പർശം എന്ന ഒരു ക്യാൻസർ പേഷ്യൻ്റെ അതിജീവനക്കുറിപ്പ്. അതിലെ ആദ്യത്തെ അധ്യായം സഹരോഗിണി എന്നുള്ളതാണ് ഇന്ന് വായിക്കുന്നത്. പ്രഭാതഭക്ഷണം കഴിക്കുന്നതിനിടയിൽ പത്രം നോക്കുക ശീലമാണ്. അതിനിടയിലാണ് ചരമക്കുളത്തിനിടയിൽ ആരും കൊതിക്കുന്ന ഇടതൂർന്ന സുന്ദരമായ ചുരുണ്ട മുടിയുള്ള സുമുഖിയുടെ ചിത്രം ശ്രദ്ധയിൽപ്പെട്ടത്. ജയശ്രീ, 40 വയസ്സ്. വീണ്ടും ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കണ്ട 10-30 മിനിറ്റ് കൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തായി മാറിയ ജയശ്രീയാണ്. 4ാമത്തെ കീമോതെറാപ്പിക്കായി RCCയിൽ ചെന്ന ദിവസം ബ്ലഡ് കൗണ്ട് നോക്കാൻ ഊഴം കാത്തു നിന്ന എനിക്ക് ജയശ്രീയുടെ അടുത്താണ് ഇരിക്കാൻ ഇടം കിട്ടിയത്. അല്പനിമിഷങ്ങൾക്കകം ഞങ്ങൾ പരസ്പരം വിവരങ്ങൾ കൈമാറി. ഞങ്ങൾ ഒരേ തൂവൽ പക്ഷികളാണ്. 2 പേരും സ്തനാർബുദ രോഗികളാണ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. എൻ്റെ രോഗം നേരത്തെ തിരിച്ചറിഞ്ഞു. ജയശ്രീയുടേത് ഒരുപാട് വ്യാപിച്ച ശേഷം തോളിൽ വേദന അനുഭവപ്പെട്ടപ്പോഴാണ് അറിഞ്ഞത്. ഓപ്പറേഷൻ ചെയ്ത് രോഗബാധിത ഭാഗം മാറ്റുന്ന അവസ്ഥ കഴിഞ്ഞു. 6 കീമോതെറാപ്പിയും 25 റേഡിയേഷനും കഴിഞ്ഞ് പരീക്ഷീണയായിരുന്ന ആ ഘട്ടത്തിലും ജയശ്രീയുടെ മുഖത്ത് നോക്കുന്ന ആൾക്ക് പെട്ടെന്ന് അവിടെ നിന്ന് മിഴികൾ അകറ്റാൻ കഴിയുമായിരുന്നില്ല. നെറ്റിയിൽ എടുത്തു കാട്ടുന്ന വലിയ കറുത്ത ഒട്ടിപ്പ് പൊട്ടും മെറൂൺ ചുരിദാറും ഷോളും ധരിച്ചിരിക്കുന്നത് കണ്ടാൽ ആൾ വലിയ ഗമയിലാണെന്ന് തോന്നും. സ്ലീവ്ലെസ് ധരിച്ചിരിക്കുന്നത് മോഡേൺ വുമൺ ആയതുകൊണ്ടല്ല, വേദന കാരണം കൈയുയർത്തി ബ്ലൗസ് ഇടാൻ കഴിയാത്തതുകൊണ്ടാണ്. ഭർത്താവ് പത്രപ്രവർത്തകനായതിനാൽ ഗവൺമെൻറ് കുടുംബത്തെ മുഴുവൻ ഇൻഷുർ ചെയ്തതുകൊണ്ട് സൗജന്യ ചികിത്സ ലഭിക്കുന്നുണ്ടെന്ന് സംസാരത്തിനിടയിൽ ജയശ്രീ പറഞ്ഞു. അമേരിക്കയിൽ നിന്നും മുംബൈയിലെത്തിയ ക്യാൻസർ രോഗവിദഗ്ധനായ ഡോക്ടറെ കണ്ടപ്പോൾ ബോംബെയിൽ 5 സ്ത്രീകളിൽ ഒരാൾ സ്തനാർബുദ രോഗിയാണെന്നും രോഗം നിയന്ത്രിക്കാനേ കഴിയൂ, മാറ്റാൻ സാധിക്കില്ലെന്നുമാണ് ആ ഡോക്ടറുടെ അഭിപ്രായം. രാത്രി എന്നും 20 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന അസഹ്യമായ വേദന വരുമ്പോൾ സ്നേഹത്തിൻ്റെ നിറകുടങ്ങളായ ഭർത്താവും മകളും മരുന്ന് നൽകിയ ശേഷം തടവി തടവി ഉറക്കുമത്രേ. തൻ്റെ നിർഭാഗ്യത്തിനിടയിലെ ഭാഗ്യമാണവർ എന്ന് പറഞ്ഞപ്പോൾ മുഖം വിടർന്നു. നേരിട്ട ചികിത്സാ രീതികളിൽ കീമോ ആണ് അസഹ്യമെന്നവർ പരാതിപ്പെട്ടു. ഒരു ഉറുമ്പിനെപ്പോലും നോവിക്കാത്ത ജയശ്രീക്ക് ഈ രോഗം വന്നല്ലോ എന്ന സഹപ്രവർത്തകർ സഹതപിക്കുന്ന കാര്യം പരാമർശിച്ചപ്പോൾ ഇത് തന്നെയാണല്ലോ എൻ്റെ സന്ദർശകരിൽ പലരും എന്നോടും പറഞ്ഞതെന്ന് ഓർത്തു. ചിരപരിചിതരെ പോലെ മുട്ടിയുരുമിയിരുന്ന് കൗണ്ട് കുറവായതിനാൽ അടുത്ത കീമോ എടുക്കാൻ കഴിയാത്തതിനാൽ സങ്കടപ്പെട്ടിരുന്ന വല്യമ്മയ്ക്ക് ഞങ്ങൾ 2 പേരും ചേർന്ന് കൗണ്ട് കൂടാൻ കഴിക്കേണ്ട ആഹാര രീതിയെക്കുറിച്ച് ക്ലാസ് നൽകി. കീമോ നിർത്തിക്കഴിഞ്ഞ് എത്ര നാൾ കഴിയുമ്പോൾ മുടി വളർന്നു തുടങ്ങും എന്ന എൻ്റെ സംശയത്തിന് 1 മാസം എന്ന മറുപടിക്കൊപ്പം ഷോൾ മാറ്റി തലകാട്ടി തരികയും ചെയ്തു. കുറ്റി തലമുടി നിരന്നു കഴിഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് ഇരിപ്പിടത്തു നിന്ന് ചാടി എഴുന്നേറ്റു. വേദന വരുന്നെന്ന് സൂചന നൽകി. എത്ര മണിക്കൂറാണ് കാത്തിരിക്കുക, ഇവർക്ക് ഞങ്ങളുടെ പ്രയാസം മനസ്സിലാവില്ല എന്ന് പിറുപിറുത്ത് ചുറുചുറുക്കോടെ നടന്നു മറഞ്ഞ ജയശ്രീയുടെ രൂപവും വാക്കുകളും ഇടയ്ക്കിടെ ഒരു നൊമ്പരമായി എന്നെ പിന്തുടരുന്നു. നന്ദി.